വാഴ 2 പടം കൊള്ളാം, കുഴപ്പമില്ല. 150 രൂപ കൊടുത്താൽ ഒരു 2-2.5 മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കുക. നല്ല രസമുള്ളൊരു പടമാണ്, കുഴപ്പമില്ല, ഒരിക്കൽ കാണാം. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ തള്ളിപ്പൊളിക്കുന്നത് പോലെ അത്ര വലിയ സീനൊന്നുമില്ല. പടം കൊള്ളാം, കുഴപ്പമില്ല. ഫസ്റ്റ് തുടങ്ങുന്നത് തൊട്ട് ലാസ്റ്റ് വരയ്ക്കും പടത്തിൽ നല്ല ലാഗുണ്ട്. എങ്കിലും പടം കൊള്ളാം. കൊടുത്ത 150 രൂപയ്ക്ക് കുറച്ച് കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ ഇവരൊക്കെ ഇത്രയും മറിച്ച് എല്ലാ റെക്കോർഡുകൾ, ഞാനിത് ഒരു റെക്കോർഡ് തള്ളി മറിച്ചതിൻ്റെ പേരിൽ, എനിക്ക് ഫീൽ ചെയ്തതിൻ്റെ പേരിലാണ് സത്യത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. പടം ഇറങ്ങിയതിൻ്റെ പിറ്റേ ദിവസം കണ്ട് ഞാൻ ഇതുവരെയും പടത്തിനെക്കുറിച്ച് മോശമായിട്ടുള്ളൊരു അഭിപ്രായം പറയണമെന്നേ മനസ്സിൽ വിചാരിച്ചില്ല. പക്ഷേ എങ്കിലും മോശമായിട്ടുള്ള അഭിപ്രായം ഇല്ല ആയിട്ട് പടം കൊള്ളാം. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലാലേട്ടൻ, മമ്മൂക്ക, ഈ കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രി മൊത്തവും അങ്ങ് മറിച്ച് തള്ളിയെന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്ററുകൾ വന്നുകൊണ്ടിരിക്കുന്നത്, എല്ലാ പോസ്റ്ററുകളും. പക്ഷേ അതൊക്കെ ഓക്കെ, കേരളത്തിലുള്ളവർ അതെല്ലാം സഹിക്കും. പക്ഷേ ഇത് എൻ്റെ പുന്നാരമത്തെ എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റില്ല. ഈ കേരളത്തിലെ പല വാപ്പമാരും, കൊമ്പനായിട്ടുള്ള വാപ്പമാരും വിചാരിച്ചിട്ട് നടക്കാത്തൊരു സംഭവമാണ്. ഇത് വലിയൊരു തെറ്റാണ്. ഹാഷ്യർ വേഴ്സസ് വിജയ് എന്നൊക്കെ എൻ്റെ പൊന്നാര മൊയ്ന്തികളാണ്. നിനക്കൊക്കെ തലയ്ക്കകത്ത് വല്ല ബോധമുണ്ടാകും. ആരെയായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്? ഈ കേരളത്തിലെ ഒരു നടന് പോലും താരതമ്യം ചെയ്യാത്ത, ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ നമ്പർ 1 ടോപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വിജയ്. ആ വിജയ് ഹാഷ്യനെ ഞാൻ കമൻറ്റ് ബോക്സിൽ നിറഞ്ഞു, വിജയ് വേഴ്സസ് ഹാഷ്യർ, വിജയ് ലിയോ തള്ളി മറിച്ചു. സത്യം ഇത് കണ്ടപ്പോൾ പിന്നെ ദേഷ്യമാണ് വന്നത്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഹാഷ്യർ സോഷ്യൽ മീഡിയ നല്ല വൃത്തി അറിയില്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ പേരിൽ തന്നെയാണ് ഓരോ മൊയ്ന്തുകളും സോഷ്യൽ മീഡിയയിൽ അങ്ങ് ഇതിനെ എടുത്ത് വെച്ചിട്ട് വാഴ കാണാൻ പോലും കൂടെ വരാൻ പോലും ആളില്ല. എൻ്റെ പൊട്ടെ, അതിനും റീച്ച്. വാഴ കണ്ടിറങ്ങി ഒരു ഷോട്ട് എടുത്ത്, ആ പടത്തിൻ്റെ ഒരു ചെറിയൊരു ഷോട്ട്, ചെറിയൊരു ഭാഗം എടുത്ത് അപ്പം റീലിടാണ്, അതിനും റീച്ച്. എല്ലാ വാഴ എന്ന് പറഞ്ഞ പേര് പറഞ്ഞാൽ തന്നെ റീച്ചാണ്. അങ്ങനെ റീലിൻ്റെ ബേള. ഇനി ഈ വാഴയെ വെച്ച് റീല് ചെയ്യാത്ത ആരുമില്ല, അതിനെ വെച്ച് നേട്ടം ഉണ്ടാക്കാത്ത ആരുമില്ല. ഞാൻ അതല്ല പറഞ്ഞു പറഞ്ഞത്. ഈ വാഴ ഇറങ്ങിയതിന് ശേഷമാണോ നിങ്ങൾക്കൊക്കെ സഹോദര സ്നേഹവും സുഹൃത്ത് ബന്ധ സ്നേഹവും ഉണ്ടായത്? കുറേ മൊയ്ന്തികൾ അങ്ങനെ സഹോദര സ്നേഹം, വാഴ പോയി കാണണം, കണ്ടാലേ നമുക്ക് സഹോദര സ്നേഹം എന്താണെന്ന് മനസ്സിലാവുള്ളൂ, സുഹൃത്ത് ബന്ധം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. എൻ്റെ ഞാനൊക്കെ ബുദ്ധി വികസിച്ച കാലം തൊട്ടേ സ്നേഹബന്ധങ്ങൾക്ക് വില കൊടുത്ത് വന്ന മനുഷ്യരാണ്. അത് സുഹൃത്ത് ബന്ധം വരുന്നാലും സഹോദര ബന്ധം വരുന്നാലും ഏതൊരു ബന്ധമായിരുന്നാലും ശരി തന്നെയാണ്. നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഈ 2026 വാഴ എന്നുള്ളൊരു സിനിമ വന്നതിൻ്റെ പേരിൽ മാത്രമാണ് സ്നേഹബന്ധങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി തുടങ്ങിയത്. അതൊക്കെ ഓക്കെ. പക്ഷേ എങ്കിലും പൊന്നാരമുത്തെ ഹാഷ്യറെ പടം കൊള്ളില്ല എന്ന് ഞാൻ പറയില്ല, പടം കൊള്ളാം. ആലപ്പുഴ ജിംഖാന അതിൻ്റെ 7 അകലത്ത് വന്നിട്ടില്ല ഈ പടം, എന്നിട്ടും ഹൈപ്പിന് ഒരു കുറവുമില്ല. ഞാനിത് ചെയ്യാൻ കാരണം ലിയോ തകർത്തുനിന്ന് അങ്ങനെ ഒരു സംഭവം, ലിയോയുടെ ഒരു രോമത്തി പറിക്കാനായിട്ട് ഈ ഇന്ത്യൻ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല. അപ്പോഴാണ് ഹാഷ്യറിൻ്റെ ഈ കേരളത്തിൽ ഒട്ടൊതുങ്ങി കൂടുന്ന തിയേറ്ററുകളിൽ ഒതുങ്ങി കൂടുന്ന ഒരു സിനിമ ഹാഷ്യറിൻ്റെ. അതും എന്ത് ഹൈപ്പ്, ഇത്രയ്ക്ക് മാത്രം ഹൈപ്പ് കൊടുക്കണം എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അതെന്തിനായിരുന്നാലും ശരി തന്നെയാണ്. ഓക്കെ, അതൊന്നും നമ്മളെ സംബന്ധിക്കുന്ന കാര്യമല്ല. പക്ഷേ നിന്നെ കുഴിയിലോട്ട് തള്ളിയിടാൻ വേണ്ടി ലാലേട്ടനെ മമ്മൂക്കായൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ട്. ദുൽഖറിനെ എല്ലാവരെയും റെക്കോർഡുകൾ തകർത്തെന്നാണ് പറയുന്നത്. അതെല്ലാം ഓക്കെ, എന്തോ ആയിക്കോട്ടെ. പക്ഷേ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയെ തൊട്ട് കളിച്ച പൊന്നാരമുത്തെ എടുത്ത് നമ്മൾ കാലവാരി തൂക്കി തറയിലടിക്കും, അത്രേ പറയാനുള്ളൂ. അപ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ല. ഈ അലവരാതി പോസ്റ്ററുകളൊക്കെ ഇറക്കുന്നവരടുത്തൊക്കെ മുൻകൂട്ടിയൊക്കെ പറഞ്ഞു അനാവശ്യമായിട്ട് എന്നെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് സാഹചര്യമുള്ള അവസ്ഥയിൽ നിങ്ങൾ കൊണ്ടെത്തിക്കലെന്നു. ഇതൊരു അപേക്ഷയാണ്. പിന്നെ വാഴ ഇനിയും പോയി കാണാത്തവർ പോയി കാണുക, പടം ഒരിക്കൽ കാണാൻ കൊള്ളാം.